നമ്മൾ മുൻപ് ഇട്ട വീഡിയോൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ സ്റ്റെപ്പ് കയറി കുഴഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതൊരു അമ്മയും കുഞ്ഞിനെയും കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ശാസ്താംകോട്ടയിലാണ് കൂടുതൽ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഏരിയ, ഞാനൊരു കൊല്ലംകാരിയാണ്. അപ്പോൾ നമ്മുടെ ശാസ്താംകോട്ടയിൽ ഇങ്ങനെ കുറേ കുരങ്ങിനെ കണ്ടിട്ടുണ്ട്, ശാസ്താംകോട്ട അമ്പലത്തിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ശരിക്കും നമ്മുടെ അവിടുത്തെ നാട്ടിലെ കണക്കത്തെ കുരങ്ങിൻ്റെ അത്രയും സൈസൊന്നുമില്ല കേട്ടോ, ഭയങ്കര ചെറുതാണ്. അതിൻ്റെ കുഞ്ഞാണെങ്കിൽ തീരെ ചെറുതാണ്. ഞാൻ അങ്ങനെ സൂം ചെയ്തേക്കുന്നതുകൊണ്ടാണ് അത് കുറച്ച് വലുതായിട്ട് തോന്നുന്നത്. പിന്നെ മുകളിൽ കയറുമ്പോഴും അവിടെ നിന്നിട്ടുള്ള താഴോട്ടുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം മലകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്റ്റോറി എന്താണ്, റിയൽ സ്റ്റോറി ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോ ആ സ്റ്റോറി ഒന്ന് പറയാം. ആ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അങ്ങനെ മലേഷ്യയിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്റ്റോറി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നും കൂടി കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം എല്ലാ സമയത്തും ഗൂഗിൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരത്തില്ല, അല്ലെങ്കിൽ ചാറ്റ് GPT ഒന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങണം. അങ്ങനെ 2-3 അമ്പലങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കുട്ടി കുട്ടി കടകളും ഉണ്ട്. ആ കടകൾ ജസ്റ്റ് ഫാൻസി കടകൾ, കീ ചെയിൻ, മാല, മുരുകൻ്റെ, പിന്നെ മറ്റേ നമ്മുടെ ഐസിറ്റിയുടെ ഒക്കെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ശില പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താൽ ഈ ഫോൺ കിടന്ന് ചുമ്മാ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുക്കുന്നതിൽ ഞാൻ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നില്ല, വെറുതെ നടന്ന് ക്യാമറ ഓൺ ചെയ്ത് ചെയ്യുക. അത് കാരണമാണ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത് കേട്ടോ. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം, ആൾക്കാർ നോക്കുമ്പോൾ ഒരു അതാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെ വീഡിയോ എടുക്കുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ല. മലേഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയാൽ ആ ഭഗവാന്റെ ഫോട്ടോ ആയിരുന്നു നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് കണ്ടില്ലേ ഭിത്തി, ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിശയമായിട്ടോ തോന്നിയത്. ഞാൻ അന്ന് കയറാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അന്ന് പപ്പായും കയറിയില്ല, അതിലും നല്ല വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തത് യൂഷ്വലി ഇങ്ങനെ യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അത്ര ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുമ്പോഴാണ് ആൾക്കാർക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി 3-4 അമ്പലം പ്രതിഷ്ഠകളുണ്ടെന്ന് ഞാൻ പറയാം. എല്ലാം മുരുകനാണെന്ന് തോന്നുന്നു, മുരുകനാണ്. പിന്നെ ഹനുമാൻ സ്വാമിയുടെയൊക്കെ ഉണ്ടോ, അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് തൊഴുത് നമ്മൾ